ആ നല്ല മഴയാ. ജവന്തി ജവന്തി എടി മഴയൊക്കെ തുറന്നിട്ട് പോവാ, നല്ല മഴയാ. എവിടെ സഞ്ജി? കൊടയുണ്ടാ? നനഞ്ഞിട്ട് വന്നേ. ഞാൻ കടയിലേക്ക് കുറച്ച് സാധനങ്ങളോ വാങ്ങിക്കണോ? അരിയില്ല അത്രേ. ഇവിടെ എന്ത് വേണം? എന്ത്? അത് നന്നേ ഇന്ന് പോണ്ട. പോണ്ട കടയിൽ പോണ്ട. പിന്നെ അരി വെക്കണ്ടേ? അങ്ങോട്ട് കൊടുക്ക്. അതിനെ ഇന്ന് ഒരു സാധനം ഇവിടെ ഉണ്ടാക്കണ്ട. 2 പേർക്കുള്ള ഭക്ഷണം വീട്ടില്. അയ്യോ എന്താ സംഭവം? അതൊക്കെ ഉണ്ട്. വലിയ സംഭവം ഉണ്ടായി. എന്താ? ലോട്ടറി അടിച്ചടാ. ലോട്ടറിയോ? അവനാ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ല അവൻ? അവന് പറയാനും മാത്രമൊന്നുമില്ല. 5000 രൂപ. ശരിക്കും? ആ ആദ്യമായിട്ട് അടിക്കുക. 5000 രൂപയോ? അതെ, ഈ 5000 രൂപ വെറുതെ ഈ ഭക്ഷണം വെച്ചിട്ട് കലക്കണ്ടെന്ന് പറ അവനോട്. എന്തെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കാൻ പറ. അതെ, എന്നാലും സന്തോഷമല്ലേ. നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടല്ലേ ലോട്ടറി. പിന്നെ അത് വേണം വേണം വേണം. ഭക്ഷണം കഴിക്കലെന്താ നല്ല കാര്യല്ലേ? ഓ പിന്നെന്താ, നല്ല കാര്യം തന്നെ. പിന്നെ വേറൊരാൾക്ക് സന്തോഷമുള്ള ഒരു കാര്യം കൂടി ചെയ്യണ്ട് എന്റെ കൂടെ. എന്ത്? ആർക്ക്? എനിക്കോ? എന്താണ് പറയട്ടെ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനാ ഇരുന്നത്. ക്ലീറ്റോന് ഒരേ നിർബന്ധം, ഇവന് മറ്റേ ബ്രോയിലർ ചിക്കൻ ഇഷ്ടമല്ലല്ലോ, നാടൻ കോഴിക്കറി വെച്ചാ മതി. നിനക്ക് വേണ്ടിട്ടാ. കോളടിച്ചല്ലോ. നാടൻ കോഴിക്കറി, ഊണും മീൻകറി. മീൻ ഞാൻ വാങ്ങിക്കാം. ആണോടാ? എന്തിനു? അല്ല എല്ലാം ഇനി അവൻ വാങ്ങിച്ചു. ഒന്നുമില്ല. ഇന്നത്തെ ഫുള്ള് ചെലവ് ക്ലീറ്റോന്റെ. സമ്മതിച്ചാ? അപ്പൊ ഉച്ചയാകുമ്പോ പോരട്ടാ. ഞാൻ രക്ഷപ്പെട്ടിരുന്നു. എന്നാലും ഈ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? വേണ്ട ആർക്കാ? നാളെ പോയി മേടിക്കാം. ഇനിയിപ്പോ മഴയല്ലേ, എന്നാ വൈകുന്നേരം അങ്ങനെ പോവാം. വൈകിട്ട് വന്നോ. വണ്ടി എടുത്ത് പോരായിരുന്നില്ലേ? ഒന്നും പറയണ്ട, മഴ കണ്ടാ മതി, അപ്പ നിക്കും അത്. ആ കുന്ത ഇരുമ്പോലേക്ക് തൂക്കി വിട്ടിട്ട് വേറെ ഒരെണ്ണം വാങ്ങിച്ചോടെ എന്റെ അമ്മവാ. ഒന്ന് പോടാ അവിടുന്ന്, പഴയതിന്റെ വില കണക്കറിയില്ല. ഇടയ്ക്കൊന്ന് നടക്കണത് നല്ലതാ. ഇത് നടക്കണത് മഴയത്ത് ചൂടി കൂടി അവിടെ ഇരിക്കാതെ വെച്ചാൽ സമ്മതിക്കണ്ടേ? അപ്പൊ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. എന്ത് പ്രശ്നം? ഇന്നെന്താ പ്രശ്നം ഉണ്ടായേ? ഒരു പ്രശ്നം ഇല്ലാണ്ട് ക്ലീറ്റസ് എന്നെ ഇങ്ങോട്ട് വിളിക്കോ? ക്ലീറ്റസ് എന്നെ ഇങ്ങോട്ട് വിളിച്ചല്ലോ ഉച്ചയ്ക്ക് ഊണ് കഴിക്കണതിന്റെ മുമ്പ് ഇവിടെ എത്തണമെന്ന്. അതെന്താന്നറിയില്ല. എന്താണെന്നറിയില്ല. ഒരു കാര്യക്ക് മനസ്സിലായി, എന്റെ ചേച്ചി അല്ല പ്രശ്നം. ചേച്ചി ഇല്ലാത്ത ദിവസം ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ആരെന്ത് പ്രശ്നം ഉണ്ടാക്കി നീ പറയണത്? എനിക്ക് അറിഞ്ഞൂടാ. കനക വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഒരു പ്രശ്നം ഇല്ലാണ്ട് അവൻ എന്നെ വിളിക്കോ? എന്റെ അമ്മാവ എനിക്കറിയില്ലാന്ന്. ഒന്നാമത് നീ എന്തിനാടാ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കണേ? നിനക്ക് നിന്റെ കാര്യം അന്വേഷിച്ചാ പോരെ? ഞാനിത് എന്തൊരു കുരിശ, എനിക്കറിയില്ല എന്താ പ്രശ്നം. അതല്ലെങ്കിൽ നിനക്കറിയില്ലോ. എല്ലാത്തിനും തിരികൊളുത്തി വിടും. എന്നിട്ട് അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുമ്പോ ഒന്നും അറിയില്ല പറഞ്ഞ് കൈ കഴുകും. എന്താണ്ടായി പറയടാ? എനിക്കറിയില്ല. എന്നോട് ചോദിച്ചിട്ട് എന്നെ ദേഷ്യപ്പെടുത്താണ്ട് നീ കാര്യം പറ. ഇനി എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവനല്ലേ വിളിച്ചത്, അവനോട് ചോദിച്ചാൽ മതി. അപ്പൊ അവൻ പറഞ്ഞു തരും. അല്ലാണ്ട് നിങ്ങളെ ഈ പൊട്ടം കളിപ്പിക്കലൊന്നും നിർത്തിക്കോട്ടോ. നല്ലൊരു ഞായറാഴ്ച പല സ്ഥലത്ത് പോണ്ടോന്നെ ഞാൻ വിളിച്ചു വരുത്ത. എന്നിട്ട് ആളെ ജമന്തി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവളോട് ചോദിച്ചാലേ നടക്കൂ. ജമന്തിയെ ജമന്തി എടി അമ്മാവൻ വന്നിട്ടുണ്ട്. വാ ഇടുവാ. എന്താ ഇവിടുന്ന്? ഇവിടെ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഒന്നും ഉണ്ടായില്ല. ഞാൻ നിന്നോടല്ലേ ചോദിക്കണേ, നീ എന്തിനാ അവന്റെ മുഖത്ത് നോക്കണ്? നീ പറ, ഇവിടെ എന്താ ഉണ്ടായേ? ഒന്നും ഉണ്ടായില്ല അമ്മാവാ. ജമന്തി വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒന്നും ഇല്ലാണ്ട പാവം ക്ലീറ്റസ് അവ ഊണ് കഴിക്കണമെങ്കിൽ ഞാൻ ഇവിടെ എത്ര എന്ന് പറയോ? പിന്നെ അവ അങ്ങനെ പറഞ്ഞു. എടാ എന്താണ്ടായി പറയാൻ? നിങ്ങളെന്താ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പൊട്ടം കളിക്കണേ? ഞങ്ങൾ എന്ത് പറയാനാണെന്ന് എന്താന്ന് ഞങ്ങൾക്ക് അറിയില്ല. അവൻ അതിൽ ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ. നിങ്ങൾ കാര്യം പറയണ്ടല്ലേ? എന്ത് കാര്യം പറയണ്ടേ? ക്ലീറ്റോ ചേട്ടൻ എന്താ പറഞ്ഞേ? അവൻ ഭക്ഷണം കഴിക്കാൻ എന്തോ വിഷമമുണ്ട്. അല്ലെങ്കിൽ അവ അങ്ങനെ പറയില്ല. അമ്മാവ ഞാൻ ഊണ് കഴിക്കണമെങ്കിൽ അതിന് മുമ്പ് അമ്മാവൻ ഇവിടെ എത്തണം എന്ന് പറയണമെങ്കിൽ എന്തോ ഉണ്ടായിട്ടുണ്ട്. അതൊരുമിച്ച് ഊണ് കഴിക്കാനാവോ? ഞാൻ വെറുതെ അങ്ങനെ അവൻ ജീവിതത്തിൽ ഇന്ന് വരെ വിളിച്ചിട്ടുണ്ടാ. ഇത് അതൊന്നല്ല. പിന്നെ സത്യം പറ, എന്താണ്ടായേ? പറയട്ടെ ഏട്ടാ? പറയേ. ശരിക്കും ഞാൻ പറയും. പറ. ക്ലീറ്റോ ചേട്ടനല്ലേ ഇങ്ങോട്ട് വിളിച്ചേ? അത് എന്താന്നറിയാവോ അമ്മാവാ? എന്താ? ക്ലീറ്റോ ചേട്ടന് ലോട്ടറി അടിച്ചു.
5 ലക്ഷം ആവാം. എത്ര? 5 ലക്ഷം ഉറുപ്പ്യ. ഓടായിരുന്നു അങ്ങനെയൊന്നുമില്ല. സത്യം സത്യം. ആ അമ്മാരോട് പറഞ്ഞ ഇല്ല, എന്നോട് ഇപ്പഴേ പറഞ്ഞോളൂ. കള്ള അത് എന്നോട് പറഞ്ഞില്ല. ഭയങ്കര ഭാഗ്യവാനല്ലേ. 5 ലക്ഷം ഭാഗ്യം വരണ വഴി. അല്ല ഓൻ പെരും കള്ളനാട്ടോ, അവൻ എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. അങ്ങോട്ട് വരട്ടെ. വാടാ വാടാ, അമ്മാവ എത്തിയോ? നീ വിളിച്ചാ ഞാൻ വരാതിരിക്കോടാ. ഏയ് നാടൻ കോഴിയൊക്കെ ആയിട്ടുള്ള വരവ്. ഓ വേണ്ട, ഇവിടെ ഒരാളത് മറ്റത് കഴിക്കില്ലല്ലോ വെള്ള. അമ്മ എപ്പ എത്തി? ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് കയറിയുള്ളൂ. ആ അതെ, ഈ കോഴിയിലൊന്നും ഒതുക്കിയ പോരാ, ചെലവ് ചെയ്യണം. ദൈവം എന്റെ ഭാഗത്താ. പിന്നെന്താ? മഴയൊന്ന് ചാരിപ്പിടിക്കും വണ്ടിയോട് കേടും. നേരൊക്കെ എന്താ വഴിന്ന് ആലോചിച്ചിരിക്ക. ഇനിയിപ്പൊ വേണ്ടല്ലോ. ഇങ്ങനൊന്നും വേണ്ട, പകുതി പൈസ തന്നാ മതി, ബാക്കി ഞാൻ എടുത്തോളാം. പകുതി എന്ത്? ഒരു വണ്ടി വാങ്ങിയാലേ ആകെ ക്ലീനസ് ചെയ്യും. അങ്ങനെ അത്ര മോഹം നിക്കില്ല. പിന്നെ ഇങ്ങോട്ട് വാടാ. ഈ കാശൊക്കെ വരും പോകും, പക്ഷെ അത് അങ്ങനെ ദൂർത്തടിച്ച് ചെലവ് ചെയ്യരുത്. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മാവ? അല്ല, ഇങ്ങനെയൊക്കെ ചെലവ് ചെയ്യണം, അതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. അല്ലാതെ ഇങ്ങോട്ട് പണം വരുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അങ്ങോട്ട് ചെലവ് ചെയ്യും, അത് പാടില്ല. എന്താ വീടിന്റെ തെക്കേ പുറത്തുള്ള 5 സെന്റ് സ്ഥലല്ലേ, അത് നമുക്ക് ക്ലീറ്റസിനാണ് കൊടുക്കാം. ഓ വെറുതെ വേണ്ട, ഇനി പമ്മാൻ വെറുതെ എന്ന് വെച്ചിട്ടൊരു വാശിയൊന്നും വേണ്ട. ഇപ്പോഴത്തെ വില ഒന്നും വേണ്ടെങ്കിൽ ഒരു 3 ലക്ഷം ഉറുപ്പ്യ തന്നാൽ മതി. ബാക്കി കാശിന് ഈ അതിലൊരു ചെറിയ വീട് അങ്ങോട്ട് വെച്ചോ. ഇവരുടെ ആട്ടും തുപ്പും കൊണ്ട് ഇവിടെ കിടക്കണ്ടല്ലോ, അവിടെ താമസിക്കാം കേട്ടോ. അല്ല അമ്മാവന്റെ ആഗ്രഹം ഇനി അതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആലോചിക്കാം. അങ്ങനെ ആലോചിക്കാവോ? വയസ്സായവര് പറഞ്ഞത് കേൾക്കണം. നീ ഇപ്പൊ ഇത് ബാങ്ക് കൊടുക്കുക ചെയ്ത് അതോ മാറിയില്ലേ? കാശ് മാറിയോ? ഏത് കാശേ അങ്ങനൊന്നും ബാങ്ക് കൊടുക്കണ്ട. അതൊക്കെ നല്ല മുതലാളിമാരുടെ കയ്യിൽ കൊടുത്താൽ മുഴുവൻ കാശ് ഇങ്ങോട്ട് കിട്ടും. ഇപ്പൊ എന്താ കാട്ടി? കാശ് എങ്ങനെ മാറ്റിയോ നീ? എന്തിന്റെ? പോടാ, അറിയാത്ത പോലെ. എന്താ കാട്ടി നീ കാശ്? നീ എന്താടാ കണ്ണും പിടിയും കാണിക്കണേ? നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അവന്റെ മരുവനല്ല, മകനെ പോലെ. ഞാൻ പറഞ്ഞത് അവൻ കേൾക്കും. അല്ലെ, നീ 5 ലക്ഷം ഉറുപ്പ്യ എന്താ കാട്ടി മാറ്റിയോ? അതോ കയ്യിലാണോ ബാങ്കിലാണോ? അതാ ചോദിക്കുന്നത്. 5 ലക്ഷം? ഏത് 5 ലക്ഷമാണ് അമ്മാവൻ ലോട്ടറി അടിച്ചത്? ലോട്ടറി അടിച്ചതാ? 5000 രൂപ മാറാൻ ഇനിയിപ്പോ എവിടെ കൊണ്ടുപോകണം? 5000 രൂപ മാറാ കടയിൽ കൊടുത്തപ്പോ അപ്പം തന്നെ മാറി 500 രൂപയുടെ ടിക്കറ്റ് കൊടുത്തു ഞാൻ. 5000? ആ നീ എത്രടാ പറഞ്ഞു? ഞാൻ 5000 രൂപ. നീ 5 ലക്ഷം എന്നാണ് പറഞ്ഞു. അല്ലല്ല 5000 പറഞ്ഞേ. അമ്മാവിന് കേട്ടന്റെ കുഴപ്പം, ചെവിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടാവും. 5000 തന്നെ ഞങ്ങൾ പറഞ്ഞല്ലേ. അമ്മാവനും ചെവി ഇല്ല ഇപ്പൊ. 5000? അതെ, അമ്മാവ ഇപ്പൊ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ തറച്ചിട്ടുണ്ട്. ഞാനിനിയിപ്പോ അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് ഈ മുന്നോട്ട് നീങ്ങുന്നത്. 5 സെന്റ് തരാന്ന് പറഞ്ഞല്ലോ. എപ്പോന്നാ പറഞ്ഞത്? അതെ, ഞാൻ തരാന്ന് പറഞ്ഞു. 3 ലക്ഷം ഉറുപ്പ്യ തന്നാന്ന് ഞാൻ പറഞ്ഞു. അത് നീ കേട്ടോ? അതെപ്പോ പറഞ്ഞു? അതും പറഞ്ഞു. പറഞ്ഞില്ലേ? അത് ഞാൻ കേട്ടില്ലല്ലോ. എന്നാ ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നീ കേട്ടില്ല, നീ ഇങ്ങോട്ട് പറഞ്ഞതും കേട്ടില്ല. ഒന്നും നമ്മള് കേട്ടിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. നീ അത് പോയി ശരിയാക്കി. നല്ല നാടൻ കോഴിയാ. പിടിച്ചു നോക്കിയാ വെയിറ്റ് എങ്ങനെയുണ്ട്? ഒരു 3 കിലോ വരും കേട്ടോ. അളിയതിന്റെ ആളാ. നല്ല കുരുമുളക് ഇട്ടിട്ട് റോസ്റ്റ് ചെയ്യാൻ പറ. അളിയൻ നോക്കളെ, വെയിറ്റ് ഒക്കെ നോക്ക്. കൊണ്ടിട്ട് പോവാ. അല്ല, ഇത് മാത്രമേ ഉള്ളടാ. ഉണ്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. നീ അങ്ങോട്ട് പോ, സഹായിക്കാം. അവനെ കണ്ടു പഠിക്കണം. വേറെ 5000 ഉറുപ്പ്യ കിട്ടിയുള്ളൂ. എന്നാലും അത് കിട്ടിയ സന്തോഷത്തിന് കുടുംബത്തിൽ എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട് ആ ഇറച്ചിക്കറിയൊക്കെ കൂട്ടി ഉണ്ണണം എന്ന് അവന് തോന്നിയില്ലേ? എന്താ ഈ അംഗീകരിക്കാൻ പറ്റാതെ തന്നെയാണ് ഇവിടെ അടിയും പിടിയും വരുന്നത്. ഞാൻ അംഗീകരിച്ചല്ലോ. ഞാനും അംഗീകരിച്ചല്ലോ. തങ്കത്തിന്റെ ഭാഗ്യം. 5000 കിട്ടി എങ്ങനെ? അപ്പൊ അവൻ 5 ലക്ഷം കിട്ടി എങ്ങനെയാവും? 50 ലക്ഷം കിട്ടി എങ്ങനെയാവും? കോടി കിട്ടി എങ്ങനെയാവും? ഭാഗ്യമുള്ളവനടി, അവൻ കോടീശ്വരനാവും. അഴകേശനാ പറയണം. നോക്കിക്കോ. ചായ വേണോ? ചായ എടുക്കാം. വാ. ഇനിയിപ്പോ ചായ ഒന്നും വേണ്ട. ഇനിയിപ്പോ ചായ കുടിച്ചാൽ ശരിയാവില്ല. Alien versus Alien.